മഴക്കാലം ആരംഭിച്ചതോടെയാണ് തേക്കടി തടാകത്തിന്റെ പരിസര പ്രദേശങ്ങളിൽ വൻതോതിൽ ആഫ്രിക്കൻ മുഷി എത്തിത്തുടങ്ങിയത്. മാംസഭോജിയായ ആഫ്രിക്കൻ മുഷിയുടെ വ്യാപനം തേക്കടിയിലെ മത്സ്യസമ്പത്തിനാണ് ഏറ്റവും കൂടുതൽ ഭീഷണിയായിരിക്കുന്നത്. തേക്കടിയിൽ മാത്രം കണ്ടുവരുന്ന 8 തരം ശുദ്ധജല മത്സ്യങ്ങൾക്ക് ഇത് കനത്ത ഭീഷണിയാകുമെന്നാണ് വനം വകുപ്പിന്റെ ഭയം. മത്സ്യസമ്പത്തിനൊപ്പം ജലത്തിൽ ജീവിക്കുന്ന മറ്റ് ജീവികളെയും മുഷി തിന്നൊടുക്കും. ക്ലാരിയസ് ഗ്യാരിപൈനസ് ഇനത്തിൽപ്പെട്ട ആഫ്രിക്കൻ മുഷി സമീപത്തെ കുളങ്ങളിൽ നിന്നുമാണ് തടാകത്തിലെത്തിയതെന്ന് കരുതുന്നു. മഴ ശക്തമായതോടെ ദിവസേന 100 കണക്കിന് മുഷികളെയാണ് ആളുകൾ പിടിച്ചുകൊണ്ടുപോകുന്നത്. മിക്ക സമയത്തും മലിനജലത്തിൽ കഴിയുന്ന മുഷിയുടെ മാംസം കൂടുതൽ ഭക്ഷിക്കുന്നത് മനുഷ്യർക്കും ഭീഷണിയാണെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. മറ്റു ജീവജാലങ്ങളെയും മത്സ്യങ്ങളെയും അതോടൊപ്പം തന്നെ ഈ ജീർണിക്കുന്ന വസ്തുക്കളെല്ലാം തന്നെ വളരെയധികം തിന്നുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അത് തിന്നുന്നത് കൊണ്ട് നമ്മുടെ നേറ്റീവായിട്ടുള്ള ഫിഷസ് ഒരുപാട് അതിൻ്റെ പ്രജനനവും അതിൻ്റെ ആ സ്പീഷീസ് തന്നെ ഇല്ലാതാവാനുള്ള സാധ്യത വളരെയധികം കൂടുതൽ. മത്സ്യകൃഷി വ്യാപിപ്പിക്കുന്നതിനായി പഞ്ചായത്തുകൾ തോറും ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് മുഷിയുടെ കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യാറുണ്ട്. ഇത്തരത്തിൽ കുളങ്ങളിലും മറ്റും വളർത്തിയ മുഷികൾ മലവെള്ളപ്പാച്ചിലിൽ തടാകത്തിലെത്തിയതാണ് തേക്കടിക്ക് ഭീഷണിയായിരിക്കുന്നത്. വൻതോതിൽ പെറ്റുപെരുകുന്ന മുഷിയെക്കുറിച്ച് വേണ്ടത്ര പഠനം നടത്താതെയാണ് വിതരണം ചെയ്തിരിക്കുന്നതെന്നും ആരോപണമുയർന്നിട്ടുണ്ട്. തേക്കടിയിൽ നിന്നും KV